രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം നേരിട്ടിറങ്ങിയിട്ടും നാടിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ണീരൊക്കെ കാവർന്നിട്ടുണ്ട്. അവസരങ്ങൾ ഏതുമില്ലാതെ പ്രതിപക്ഷ നില ഒന്നാകെ ആശ്വാസവുമായി ഈ ദിവസങ്ങളിൽ അത്രയും അവിടെ നിൽക്കുമ്പോഴും 12ാം നാളിൽ വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാകാതെ തലവെച്ച് നിൽപ്പാണ് മഹാദുരന്തം. രക്ഷാപ്രവർത്തനം എന്ന വാക്കിനെ അപ്രസക്തമാണ്. മണ്ണാഴങ്ങളിൽ സൂചിപ്പാറയ്ക്ക് താഴെ ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര ശരീരങ്ങളാണെന്ന് പോലും ചിട്ടമില്ലാത്ത അവസ്ഥ കാവലാണ്. ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് വേവിച്ചിരുന്ന ഒരു പാവ പ്രവാസി കണ്ടെന്നാണ്. വാപ്പ, ഉമ്മ, ഭാര്യ, 3 മക്കൾ, സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാന്യവും ഒറ്റക്കായവരാണ്. അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു കുഞ്ഞുമോ ഇതൊക്കെ മുഴുവോടെയിരിക്കും ഒന്നാം ക്ലാസ്സിലാണ്. അസംഖ്യ അനാഥങ്ങൾ മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിൽ തട്ടപ്പെടുത്താനാവാത്ത പോലെ കവറുകൾ, ഇനിയും തീരാത്ത ഉപകത്രികൾ, ആ പുത്തുമലയിലെ ആരും അറിയാത്ത അനാഥ കുഴിമാടങ്ങൾ, കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുള്ളിൽ കൂട്ടുകുടുങ്ങി കിടന്നു പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്രയെത്ര അനക്കമറ്റ ശരീരങ്ങളാണ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ കാലത്തോടെ നമ്മൾ കടക്കുന്നത്